ഹായ് ഫ്രണ്ട്സ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുമ്പളങ്ങ പരിപ്പ് കറിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നല്ല കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയതാണ് ഈ കാണുന്നത്. ഒരു കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. കുമ്പളങ്ങയും പരിപ്പും കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്തതിന് ശേഷം വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ മാത്രം മതി. കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം നമുക്ക് അടപ്പ് തുറക്കാവുന്നതാണ്. അതിനു മുമ്പ് അടപ്പ് തുറക്കരുത്. നമ്മുടെ കുമ്പളങ്ങയും പരിപ്പും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാനുണ്ട്. വേറെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്താൽ പിന്നെ ഓവറായിട്ട് തിളക്കാൻ പാടില്ല. ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് ചേർക്കാവുന്നതാണ്. ചട്ടി ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതാണ് പൊട്ടി വരട്ടെ. കടുക് വെട്ടി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കാം ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ഉള്ളി ഗോൾഡൻ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കുമ്പളങ്ങ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.